മണ്ഡലപൂജയ്ക്ക് അയ്യപ്പസ്വാമിക്ക് ചാർന്നതിനുള്ള തങ്ക അങ്കിയും വഹിച്ചുള്ള ഘോഷയാത്രയുടെ 2ാം ദിവസത്തെ പ്രയാണം ഓമല്ലൂർ രക്തകണ്ഠസ്വാമി ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ചു. വിവിധ ക്ഷേത്രങ്ങൾ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി കോന്നി മുരിങ്ങമംഗലം ക്ഷേത്രത്തിൽ ഇന്നത്തെ പ്രയാണം അവസാനിക്കും. തങ്കയങ്കി ഘോഷയാത്ര മിഥുൻ മുരളി തയ്യാറാക്കിയ റിപ്പോർട്ട്. രാവിലെ 8 മണിയോടെ ഓമല്ലൂർ രക്തകണ്ഠസ്വാമി ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച 2ാം ദിവസത്തെ ഘോഷയാത്രയുടെ പ്രയാണം തുടരുകയാണ്. ഘോഷയാത്ര കടന്നുപോകുന്ന വീഥികളിലെല്ലാം അഭൂതപൂർവമായിട്ടുള്ള ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. നിറപറയും നിലവിളക്കും വാദ്യമേളങ്ങളും താലപ്പൊലിയുമൊക്കെ ഒരുക്കി ഭക്തജനങ്ങൾ മണിക്കൂറോളം കാത്തു നിൽക്കുകയാണ് ഘോഷയാത്രയെ വരവേൽക്കുവാൻ. ഘോഷയാത്രയുടെ പ്രയാണ വീഥികളിലുള്ള ഈ ഭക്തജനങ്ങളുടെ വലിയ വരവേൽപ്പെല്ലാം ഏറ്റുവാങ്ങിക്കൊണ്ട് ഇന്ന് ഉച്ചയ്ക്ക് 1 മണിയോടെ ഘോഷയാത്ര കടമനിട്ട ദേവീക്ഷേത്രത്തിലേക്ക് എത്തും. 1 മണിക്ക് അവിടെ ഉച്ചഭക്ഷണ വിശ്രമം, പിന്നീട് 2:15 കൂടിയാണ് ഘോഷയാത്രയുടെ ഉച്ചയ്ക്ക് ശേഷമുള്ള പ്രയാണം ആരംഭിക്കുന്നത്. വൈകിട്ട് 7:45 കോന്നിയിലേക്ക് എത്തും. കോന്നി മുരിങ്ങമംഗലം ക്ഷേത്രത്തിലാണ് ഇന്നത്തെ രാത്രി വിശ്രമം. ഇന്ന് രാത്രി വിശ്രമം കോന്നി മുരിങ്ങമംഗലം ക്ഷേത്രത്തിൽ പൂർത്തിയാക്കിയതിനു ശേഷം നാളെ രാവിലെ 8 മണിക്ക് 3ാം ദിവസത്തെ പ്രയാണം ആരംഭിക്കും. വിവിധ ഭാഗങ്ങളിൽ ഭക്തജനങ്ങൾ വലിയ രീതിയിൽ കാത്തുനിന്ന് മണിക്കൂറുകളോളം കാത്തുനിന്ന് ഒരുക്കുന്ന വരവേൽപ്പ് എല്ലാം സ്വീകരണമെല്ലാം ഏറ്റുവാങ്ങിക്കൊണ്ട് ഭക്തിയാതിരപൂർവ്വം ഭക്തജനങ്ങൾ സമർപ്പിക്കുന്ന അയ്യപ്പസ്വാമിയുടെ തങ്കയങ്കി ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി, ദർശിക്കുന്നതിന് വേണ്ടി കാത്തു നിൽക്കുന്ന ഭക്തജനങ്ങളുടെ സ്വീകരണങ്ങളെല്ലാം ഏറ്റുവാങ്ങിക്കൊണ്ട് ഘോഷയാത്രയുടെ പ്രയാണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഘോഷയാത്ര കടന്നു പോകുന്ന വീഥിയിൽ നിന്നും തങ്കയങ്കിക്കൊപ്പം ക്യാമറമാൻ ഗോപകുമാറിനൊപ്പം മിഥുൻ മുരളി, ജനം, പത്തനംതിട്ട.